ഈ ലോകത്തെല്ലാവരും കർത്താവിനെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ വിശ്വാസം മതിയോ? പോരാ. വിശ്വാസത്തിൽ നടക്കുന്നതിലാണ് കാര്യം. ഇന്നത്തെ ദൂത് പകുതിക്ക് വെച്ച് നിർത്താനുള്ളതല്ല. പൂർണ്ണമായും കേട്ടാൽ നിങ്ങളുടെ ആത്മീക നിലവാരത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളുടെ നടുവിൽ കർത്താവിൽ ശക്തനായൊരു മനുഷ്യനായി ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതെങ്കിൽ പോലും അത് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ നേടുന്ന നിലയിലേക്ക് ദൈവം നിങ്ങളെ രൂപപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും. ഞാനിതൊരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല. ഇന്നത്തെ വചനത്തിനകത്ത് വെളിപ്പെടുന്ന ആത്മീക ശക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഉറപ്പിലാണ് ഞാൻ ഈ വാഗ്ദത്തം നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കിതിൻ്റെ മുഴുവൻ സമയത്തിനായിട്ട് നമ്മുടെ മുമ്പിലുള്ള അല്പ നേരം മാറ്റിവെക്കാം. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടോ നമ്മുടെ മക്കളുടെ ഇപ്പോഴത്തെ ഭാവിപരമായ വിഷയങ്ങളിൽ നേരിടുന്ന ആശങ്കകളോ നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതിൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷിച്ചതുപോലെയുള്ളതായ ഒരു ഗുണകരമായ വളർച്ചയില്ലായ്മയോ ഒന്നുമല്ല നമ്മുടെ സാഹചര്യത്തെ നിർണ്ണയിക്കുന്നത്. ഒരു ഡോക്ടർ ഒരു റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴോ നിങ്ങൾക്കൊരു സ്കാൻ ചെയ്തപ്പോഴോ നിങ്ങൾക്കൊരു എക്സ്റേ എടുത്തപ്പോഴോ കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ ശരീരമായിരുന്ന ഒരവസ്ഥയെ നോക്കിയിട്ടാണ് അവരിപ്പോൾ നിങ്ങൾക്കൊരു മെഡിസിൻ എഴുതുന്നത്, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചൊരു റിപ്പോർട്ട് അവർ തയ്യാറാക്കുന്നത്. എന്നാൽ ഇതിനോടകം നിങ്ങളുടെ ആ ശരീരത്തിനകത്ത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി നടന്നിട്ടില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഏത് വിദഗ്ധൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനം എഴുതിയാലും അത് ദൈവത്തിൻ്റെ തീരുമാനമല്ല എന്ന് മാത്രം നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് നിലവിലുള്ളതിനേക്കാൾ താഴെ ആയിരുന്നുവെങ്കിലും അതിനകത്തേക്ക് അതെടുത്തു കഴിഞ്ഞ ശേഷം വലിയൊരു തുക മറ്റൊരാൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടു പുറകിലെടുത്ത സ്റ്റേറ്റ്മെൻ്റ് അല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അവസ്ഥയിൽ നിന്ന് വലിയ വിശാലത പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങൾക്കകത്ത് മാറ്റങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് കരുതാതെ ദൈവത്താൽ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം ഇന്നത്തെ ദൈവാലോചനയിലേക്ക് നമ്മൾ കടക്കാൻ. 2 കൊരിന്ത്യ ലേഖനത്തിലേക്ക് 5-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം നടക്കുന്നത്. ആമേൻ. ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലാണ്. എല്ലാവർക്കും വിശ്വാസമുണ്ടെന്ന് ഞാൻ ആദ്യത്തെ വാക്കിൽ പറഞ്ഞു. പക്ഷേ വിശ്വസിക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ടെങ്കിലും വിശ്വാസത്തിൽ നടക്കുന്നതിലാണ് നമ്മുടെ കാര്യങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കണ്ണ് നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ഒരു കാര്യം ദൈവം ഈ നിമിഷം നമുക്ക് വേണ്ടി എവിടെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാത്തൊരു വ്യക്തിയെ ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന ഈ ഒരു വചനത്തിൻ്റെ അകത്ത് നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പുതിയൊരു കോണിലേക്ക് നയിക്കുകയാണ്. ഈ വചനം ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്, പലരും മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആഴം വളരെ കുറച്ച് പേര് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇത് വിശ്വാസത്തെക്കുറിച്ച് മാത്രമുള്ളൊരു വാക്യമല്ല, പകരം ഇതൊരു പുതിയ ജീവിത രീതിയെക്കുറിച്ചുള്ളതായ ആത്യന്തികമായ ഒരു വചനത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്. പൗലോസ് ഈ വചനം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. അദ്ദേഹം ഏതോ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലെ വിരുന്ന് ആഘോഷിച്ചുകൊണ്ടല്ല ഈ വചനം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ സമയം പല സമയങ്ങളായി അടികൾ കൊണ്ടിരുന്നു. പല ജയിലുകളിൽ അദ്ദേഹം കിടന്നിരുന്നു. കല്ലേറ് പലതവണ തനിക്ക് കിട്ടിയിരുന്നു. ഒരുപാട് തവണ താൻ വിശപ്പ് സഹിച്ചിരുന്നു. ഏറിയ അപമാനങ്ങളിലൂടെ മരണഭീഷണികളിലൂടെ എല്ലാം അദ്ദേഹം കടന്നുപോയി. അതിൻ്റെയൊക്കെ നടുവിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയുന്നില്ല എനിക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എനിക്കെല്ലാം കാണേണ്ട ആവശ്യം പോലും ഇല്ല. എനിക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് നന്നായി അറിയാം. ഞാൻ ആരെ വിശ്വസിക്കുന്നതിന് അറിയുന്നു. അതാണ് നമുക്ക് വിശ്വാസത്തിലുള്ള ഏറ്റവും വലിയ ബോധ്യം. ഇന്ന് ലോകം പറയുന്നത് കണ്ടാൽ വിശ്വസിക്കാം, എന്നാൽ സ്വർഗം പറയുന്നത് വിശ്വസിച്ചാൽ നിനക്കത് കാണാമെന്നാണ്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? കാണട്ടെ, കണ്ടാൽ വിശ്വസിക്കാമെന്ന് എല്ലാവരും പറയുമ്പോൾ നോ, ദൈവവചനം പറയുന്നത് നീ വിശ്വസിക്കുക, വിശ്വസിക്കുന്നതിനെ കാണും. നമ്മൾ ആത്മീകരും ഭൗതികരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. ഭൗതിക ലോകത്തുള്ളവർ കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രം വിശ്വസിക്കുമ്പോൾ ആത്മീകർ തങ്ങൾ വിശ്വസിക്കുന്നതിനെ യാഥാർത്ഥ്യമായി പിന്നീട് അനുഭവിക്കും. അതുകൊണ്ട് ഈ 2 ലോകങ്ങൾക്കിടയിലാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം വ്യക്തമായി നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കാഴ്ച പലപ്പോഴും യാഥാർത്ഥ്യമല്ല, അതൊരു നിമിഷത്തിൻ്റെ ചിത്രം മാത്രമാണ്. നമ്മുടെ കണ്ണുകൾ ഒരു ഫോട്ടോ എടുക്കും, എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു മുഴുവൻ ഫിലിമുമാണ് കാണുന്നത്. ഒരു സിനിമ പോസ്റ്ററും ഒരു സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിനിമ പോസ്റ്റർ എന്ന് പറയുന്നത് ആ
സിനിമയിലെ ഏതെങ്കിലും ഒരു പ്രസക്ത ഭാഗത്തിൻ്റെ ഒരു നിമിഷത്തെ ഒരു ക്യാപ്ചർ ചിത്രമാണ് അല്ലേ. എന്നാൽ ഒരു മൂവി എന്ന് പറയുന്നത് 2.5-3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വലിയ സ്റ്റോറിയാണ് അല്ലേ. ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കാണുന്നത് ഇത്തരത്തിലൊരു വലിയ സിനിമയാണ്. ഞാൻ മനസ്സിലാകാനാണ് ഈ ഉദാഹരണം പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ ഒരു നിമിഷത്തെ അതിൻ്റെ ഒരു പോസ്റ്റർ മാത്രമാണ്. ഇതാണ് അത് തമ്മിലുള്ളതായ വ്യത്യാസം. ഞാൻ മുമ്പേ പറഞ്ഞു, ഡോക്ടർ ഒരു റിപ്പോർട്ട് നോക്കി മാത്രം പറയുന്നു, അതാണ് സ്ഥിതി. പക്ഷേ അത് കള്ളമല്ല, പക്ഷേ അത് അവസാനത്തെ സത്യമല്ല. കാരണം ഈ റിപ്പോർട്ട് ഒരു നിമിഷത്തെ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവം നിങ്ങളുടെ നാളെ എങ്ങനെയാണെന്നുള്ള കാര്യം നന്നായി അറിയുന്നു. ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവരുടെ മുമ്പിൽ കടലും പിന്നിൽ ഫറവോനും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ കണ്ണ് പറഞ്ഞത് ഇനി മുമ്പിൽ നമുക്ക് ജീവിക്കാൻ വഴികളില്ല എന്നാണ്. പക്ഷേ ദൈവം പറഞ്ഞത് എന്താണ്? ഇനി നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വഴി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, കടലിൽ പുലർന്ന ദിവസം ദൈവം ഒരു പുതിയ ശക്തി നേടിയില്ല. ദൈവം അപ്പോഴല്ല അതിനുള്ള കഴിവ് സംഭരിച്ചത്. കടൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ തൻ്റെ മക്കൾക്കൊരു പ്രയാസം വരുന്ന നേരത്ത് തൻ്റെ അത്ഭുത ശക്തിയാൽ അത് പിളർക്കുവാനുള്ള അധികാരവും അവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. കടലിനെ സൃഷ്ടിച്ച നേരത്ത് തന്നെ ദൈവത്തിന് അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഓർക്കണം, ആ വാതിൽ നിങ്ങളെ തടയാൻ വേണ്ടി വന്നതല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി അത് വന്നിരിക്കുന്നതാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് സാഹചര്യത്തെ നോക്കി ഒരു ദൈവദാസൻ എന്ന ഒരു വിശ്വാസത്തിൻ്റെ മനുഷ്യൻ എന്ന നിലയിൽ എനിക്കതാണ് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആ തടസ്സങ്ങൾ വന്നിരിക്കുന്നതും ഒരു വാതിൽ അടഞ്ഞിരിക്കുന്നതും നമ്മളെ തടസ്സപ്പെടുത്താനല്ല, അത് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനും വിശ്വാസത്തിൻ്റെ പുതിയൊരു മേഖലയിലേക്ക് നമ്മളെ അത് വളർത്തുവാനും വേണ്ടിയാണ്. ദൈവം ഒരിക്കലും ഒരു തടസ്സത്തെ മാത്രമായി കാണുന്നില്ല, പകരം അവിടുന്ന് തൻ്റെ മഹത്വത്തിന് ഒരു വേദിയാണ് അവിടെ കാണുന്നത്. ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ലാസർ എന്ന് പറയുന്ന ആൾ മരിച്ചപ്പോൾ യേശു എന്തുകൊണ്ട് ഉടനെ ഓടിയെത്തിയില്ല? യേശുവിനത് കഴിയുമായിരുന്നില്ലേ? കഴിയുമായിരുന്നു. പക്ഷേ അപ്പോൾ ആളുകൾ യേശുവിടെ വന്നിരുന്നെങ്കിൽ എന്ത് കണ്ടേനെ? രോഗിയായി കിടക്കുന്ന ലാസറിനെ യേശു സൗഖ്യമാക്കിയിരുന്നെങ്കിൽ എല്ലാവരും ഒരു രോഗശാന്തി മാത്രമേ കാണുകയുള്ളായിരുന്നു. പക്ഷേ 4-ാം ദിവസം യേശു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരെല്ലാവരും ദൈവമഹത്വം കണ്ടു. അഴുകി നാറ്റം വമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ജീവിതമേ ശരീരമേ പൊയ്പോയി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ ശക്തമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ മഹത്വത്തെ അന്ന് എല്ലാവരും കണ്ടു. ചിലപ്പോൾ ദൈവത്തിൻ്റെ നിശബ്ദത നമ്മുടെ പ്രതീക്ഷകൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയല്ല, അത് നമ്മുടെ കാഴ്ചകളെ വിശ്വാസമാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം പലപ്പോഴും വൈകുന്നു എന്ന് തോന്നുന്നത് നമ്മുടെ പ്രതീക്ഷകളെ മുരടിപ്പിച്ച് കളയാനോ അവസാനിപ്പിക്കാനോ അല്ല, നമ്മുടെ കാഴ്ചകളെ വിശ്വാസമാക്കി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് രാവിലെ നിങ്ങൾ കാത്തിരിക്കുന്നത്, പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നത്, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ദൈവം വൈകുന്നില്ല, അവൻ തയ്യാറാക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാണുന്നത് ഒരു പ്രക്രിയ മാത്രമാണ്, പക്ഷെ ദൈവം കാണുന്നത് പൂർത്തിയായൊരു പദ്ധതിയാണ്. അതുകൊണ്ട് നമുക്കിന്ന് രാവിലെ പൗലോസ്ലീഹായോട് കൂടെ പറയണം, കാഴ്ചയാലല്ല, പകരം കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട്, പക്ഷേ വിശ്വാസം ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളിലേക്ക് നമ്മളെ വഴി നടത്തുകയാണ്. താങ്ക് യു ജീസസ്. വിശ്വാസം എന്നത് യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കലല്ല, അത് ദൈവത്തിൻ്റെ വാക്കിനെ ഉയർത്തിപ്പിടിക്കലാണ്. കാരണം ഇവിടെ ആരെയും ഞാൻ വിമർശിക്കുകയല്ല, അനേക വിശ്വാസികൾ തെറ്റിപ്പോകുന്നൊരു സാഹചര്യം ഞാൻ പറയാം. ചിലർ പറയുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലെന്ന് പറയലാണ്. രോഗിയായി പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുന്ന ആളോട് പലപ്പോഴും രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ പറയും, മാറി എന്ന് വിശ്വസിച്ചേ, എന്നിട്ട് കൈ ഉയർത്തിക്കേ, കാല് ഉയർത്തിക്കേ എന്നൊക്കെ പറയും. രോഗമില്ലെന്ന് പറയലല്ല, കടമില്ലെന്ന് പറയലല്ല, ഭയമില്ലെന്ന് അഭിനയിക്കലല്ല, അതൊന്നും വിശ്വാസമല്ല. അതൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിപ്പോകലാണ്. ബൈബിൾ നമ്മളെ ഒരിക്കലും അഭിനയിക്കാൻ പഠിപ്പിക്കുന്നില്ല, ബൈബിൾ നമ്മളെ നിലകൊള്ളുവാനാണ് പഠിപ്പിക്കുന്നത്. റോമർ 4-ാം അധ്യായത്തിലേക്ക് നാം ചിന്ത ചെലുത്തുമ്പോൾ അബ്രഹാം എന്ന വിശ്വാസ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നു, തൻ്റെ ശരീരം നിർജീവപ്രായമായിരുന്നതും സാറായുടെ ഗർഭപാത്രം ഒരു മരണപ്പെട്ടു പോയതിന് സമാനമായ അവസ്ഥയിലായിരുന്നതെല്ലാം അദ്ദേഹം അറിഞ്ഞിരുന്നു. അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? അവൻ കണ്ടു, അവൻ മനസ്സിലാക്കി, അദ്ദേഹം യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം അദ്ദേഹം അംഗീകരിച്ചു കൊടുത്തില്ല. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കാൾ തൻ്റെ സാഹചര്യം വലുതാണ് എന്ന കാര്യം മാത്രം താൻ അംഗീകരിച്ചില്ല. ബാക്കിയെല്ലാം താൻ അംഗീകരിച്ചു, പക്ഷേ ഈ സാഹചര്യത്തെക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ശക്തിയുണ്ടെന്നുള്ള കാര്യമാണ് അദ്ദേഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവാക്കിയത്. ഇന്ന് രാവിലെ ദൈവവചനവും നമ്മളോട് പറയുന്നത് ഇതാണ്, അദ്ദേഹം അവിശ്വാസത്തിൽ സംശയിക്കാത്തതുപോലെ നീയും അവിശ്വാസത്താൽ സംശയിക്കാതെ കാണുന്നതിനതീതമായ വിശ്വാസത്തിൻ്റെ ചുവടുകളെ വെച്ച് നിന്റെ വിശ്വാസത്തിൻ്റെ ചുവടുകളിൽ മുന്നോട്ട് പോയി നീ നേടാൻ തയ്യാറാകുക. ആമേൻ. അബ്രഹാം അവിശ്വാസത്താൽ സംശയിച്ചില്ല. അദ്ദേഹം ശരീരത്തെ നോക്കിയില്ല എന്നല്ല, ശരീരത്തെക്കാൾ വലിയവനായ ദൈവത്തെ അദ്ദേഹം നോക്കി. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്.
ഇന്ന് നിങ്ങളുടെ കയ്യിലൊരു റിപ്പോർട്ട് ഉണ്ടാകാം, നിങ്ങളുടെ കയ്യിലൊരു കോടതിയുടെ കേസ് ഉണ്ടാകാം, നിങ്ങളുടെ വീട്ടിലേക്ക് ബാങ്ക് അയച്ച ഒരു നോട്ടീസ് ഉണ്ടാകാം. അതിനെ കീറിക്കളയാനല്ല ഞാൻ പറയുന്നത്, അതിനെ നോക്കൂ. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു വചനം കൂടെ നിങ്ങൾ വെക്കൂ. ആമേൻ. കാരണം മനുഷ്യൻ്റെ റിപ്പോർട്ട് ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നു, പക്ഷെ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഭാവി എന്താണെന്നുള്ളത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. വിശ്വാസം ആദ്യം തന്നെ സാഹചര്യത്തെ മാറ്റുന്നില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണയത്തിൻ്റെ പേപ്പറോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടോ വിശ്വാസം ഇപ്പോൾ അതിനെ വെട്ടിത്തിരുത്തുന്നൊന്നുമില്ല. ആ പേപ്പറായി തന്നെ ഇരിക്കും. അതാദ്യം സാഹചര്യത്തെ അല്ല മാറ്റുന്നത്, പകരം അത് ആരുടെ നേരെ വന്നോ ആ മനുഷ്യനെ വിശ്വാസം മാറ്റും. നിങ്ങൾ രോഗിയാണെന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്ന ആ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ളതാണെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസം നിങ്ങളുടെ ശരീരത്തെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ വന്നിരിക്കുന്ന ബാങ്കിൻ്റെ പേപ്പർ നിങ്ങളുടെ അക്കൗണ്ടിനെ കുറിച്ചുള്ളതായ നിങ്ങൾ ലയബിലിറ്റിയിലായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണെങ്കിൽ അതിന് ഇല്ലായ്മ നിമിത്തം ആ കത്ത് സ്വീകരിച്ച് വിഷമിച്ചിരിക്കുന്ന നിങ്ങളെയാണ് വിശ്വാസം സമ്പന്നനാക്കി മാറ്റുന്നത്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ നിയമം. ദൈവം ആദ്യം ചെങ്കടലിൽ മാറ്റിയില്ല. ദൈവം ആദ്യം മോശയോട് പറഞ്ഞു, മുന്നോട്ട് പോവുക. ആമേൻ. യോർദാൻ ആദ്യം പിളർന്നില്ല. ആദ്യം പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു. ഗോലിയാത്ത് ആദ്യം തന്നെ വീണില്ല. ആദ്യം ദാവീദ് അവിടേക്ക് ഓടിച്ചെല്ലേണ്ടതായിട്ടുണ്ടായിരുന്നു. യെരിഹോ മതിൽ ആദ്യം വീണില്ല. ആദ്യം ജനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം അത്ഭുതത്തിനു മുമ്പ് എല്ലായ്പ്പോഴും വിശ്വാസത്തിൻ്റെ ഒരു ചുവട് നമ്മളോട് ചോദിക്കും. ഈ വാക്യം ഇന്ന് രാവിലെ ആരും മറന്നുപോകല്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ അത്ഭുതത്തിനു മുമ്പ് ദൈവം എല്ലായ്പ്പോഴും വിശ്വാസത്തിൻ്റെ ഒരു ചുവടുവെപ്പ് നമ്മളോട് ചോദിക്കും. എന്തുകൊണ്ടാണ് ദൈവം ഇത് ആവശ്യപ്പെടുന്നത്? കാരണം അത്ഭുതം മനുഷ്യൻ്റെ കഴിവിനെ മഹത്വപ്പെടുത്തുവാനല്ല, ദൈവത്തിലുള്ള അവൻ്റെ ആശ്രയത്തെ വെളിപ്പെടുത്തുവാനാണ്. ഒരിക്കൽ കൂടെ ഞാനത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും കഴിവിനെ മഹത്വപ്പെടുത്തുവാനല്ല, ദൈവത്തിലുള്ള അവൻ്റെ ആശ്രയത്തെ വെളിപ്പെടുത്തുവാനാണ്. പലരും ചോദിക്കും, കർത്താവേ, എല്ലാം നീ ശരിയാക്കി തന്നുകൂടെ? നിനക്കിതൊക്കെ ഒന്ന് ശരിയാക്കരുതോ? ഞാനിതൊക്കെ ശരിയാക്കി കിട്ടിയാൽ ഞാൻ അങ്ങ് മര്യാദയ്ക്ക് അങ്ങ് പൊക്കോളാം, എൻ്റെ ഈ കാര്യമൊക്കെ അങ്ങ് സേഫായാൽ ഞാൻ നേരെ ചൊവ്വയൊക്കെ ആയിക്കോളാം. പക്ഷേ ദൈവത്തിനൊരു മറുപടിയുണ്ട്. നീ നടക്കാൻ തുടങ്ങുക, ഞാൻ വഴിയെ തുറന്നോളാം. ആമേൻ. തിരമാല നമ്മളെ മുക്കുന്ന ഭാഗം വരെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഒരു തിരമാലയും ആദ്യം തലയ്ക്ക് മീതെയല്ലേ വരുന്നത്, അതാദ്യം നമ്മുടെ കാലിന് നരിയാണിയോളമേ എത്തുകയുള്ളൂ. ഇറങ്ങുക. നീ ഇറങ്ങി ചെല്ലുമ്പോൾ അത് നിന്റെ തലയ്ക്ക് മീതെ കവിയുന്നൊരു ഘട്ടം എത്തുമ്പോൾ എൻ്റെ വഴിയിലായിരിക്കും പിന്നെ നീ നിൽക്കുന്നത്. ഇതാണ് പലപ്പോഴും ഉണങ്ങിയ നിലം കണ്ടിട്ട് ഞാൻ ഇറങ്ങൂ എന്നുള്ളതായി നമ്മുടെ ശാഠ്യങ്ങളാണ് അത്ഭുതങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാത്ത ഒരു തടസ്സമായി നിലകൊള്ളുന്നത്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കണ്ടിട്ടിറങ്ങുന്നവനേക്കാൾ കാണാതെ വിശ്വാസത്താൽ ഞാൻ ഇറങ്ങുമെന്നുള്ളതായ ഒരു ധീരമായ നിലപാടാണ് ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവ പൈതലേ നിനക്ക് വേണ്ടത്. ആമേൻ. ഇന്ന് രാവിലെ നീ മുന്നോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വഴി തുറക്കാമെന്ന് നിന്നോട് പറയുന്ന ദൈവം, അവനാണ് ചെങ്കടലിൻ്റെ ദൈവം കൂടെയാണ്. അവൻ യോർദാന്റെ ദൈവം കൂടെയാണ്. അവൻ ഇന്ന് നമ്മുടെ ദൈവമാണ്. മോശയുടെ ദൈവവും ചെങ്കടലിൻ്റെ ദൈവവും നമ്മുടെ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. പുരോഹിതന്മാരുടെയും യോശുവയുടെയും ദൈവം യോർദാന്റെയും കൂടെ ദൈവമാണ്. യോർദാനും ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പെട്ട കാര്യമാണ്. ഗോലിയാത്ത് ശ്വസിക്കുന്നതും ദൈവം ജീവൻ കൊടുത്തതുകൊണ്ടാണ്. അവൻ എപ്പോൾ വീഴണമെന്ന തീരുമാനവും ദൈവത്തിൻ്റെ പക്കൽ തന്നെയാണ്. നിങ്ങളും നിങ്ങളോട് എതിർക്കുന്ന ശത്രുവും ദൈവത്തിൻ്റെ കൺട്രോളിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല. നീ ഇറങ്ങുക, ഞാൻ നോക്കും. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. രാവിലെ ഈ വചനത്തിൻ്റെ അകത്ത് ഹൃദയത്തിൻ്റെ മേൽ വാഴുന്ന എല്ലാത്തരം ഭയങ്ങളും തകർന്നുടയട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു. ഒരു വലിയ ആത്മീക സത്യം ഇന്ന് രാവിലെ നീ മനസ്സിലാക്കുക. സാത്താൻ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തെക്കാൾ അവൻ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ കാഴ്ചയാണ്. കാരണം അവനറിയാം, നിങ്ങൾ കാണുന്നത് മാറിയാൽ നിങ്ങളുടെ സംസാരം മാറും. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയാൽ നിങ്ങളുടെ ചിന്താരീതി മാറും. നിങ്ങളുടെ സംസാരം മാറിയാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ മറിയും. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറിയാൽ നിങ്ങളുടെ ജീവിതമേ മാറും. അതുകൊണ്ടാണ് ഗോലിയാത്ത് 40 ദിവസം യുദ്ധം ചെയ്യാതെ തന്നെ നിന്നത്. ആ 40 ദിവസവും ഗോലിയാത്ത് ഇസ്രയേലിനെ ആക്രമിച്ചത് തന്നെ മസില് കൊണ്ടല്ല. 40 ദിവസം ഏലാ താഴ്വരയിൽ ഗോലിയാത്ത് ഇസ്രയേലിനെ ചലഞ്ച് ചെയ്തതൊന്നും തൻ്റെ കയ്യിലുള്ള കുന്തം കൊണ്ടല്ല. അയാളുടെ ആരോഗ്യമായി ഉപയോഗിക്കേണ്ടതായി വന്നില്ല. അയാൾ അവിടെ ഉപയോഗിച്ചതൊക്കെ ഇന്നെ വാക്കുകളായിരുന്നു. അയാൾ സംസാരിച്ചു. ആ സംസാരത്തിലൂടെ അയാൾ തൻ്റെ കേൾവിക്കാരിലേക്ക് ഭയത്തെ വിതറി. ആ
മുഴുവൻ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കാഴ്ചയെ അവൻ 40 ദിവസം പിടിച്ചെടുത്തു. പക്ഷേ ദാവീദ് വന്നപ്പോൾ അവൻ ഗോലിയാത്തിൻ്റെ വലിപ്പം കണ്ടില്ല. ഗോലിയാത്തിനേക്കാൾ വലിയ ദൈവത്തെ ദാവീദ് കണ്ടു, കുഞ്ഞു ദാവീദ് കണ്ടു. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്നത്തെ വെല്ലുവിളിയെ നോക്കിക്കൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. എൻ്റെ കണ്ണ് ആദ്യം സംസാരിക്കത്തില്ല. കണ്ണിനോട് പറ, നീ സംസാരിക്കേണ്ട, ദൈവം എനിക്കൊരു നാക്ക് തന്നിട്ടുണ്ട്, നാക്ക് സംസാരിച്ചോളും. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നാവിൻ്റെ ഡ്യൂട്ടി കൂടെ ഏറ്റെടുക്കാറുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണിനോട് പറയാം, മിണ്ടിപ്പോകരുത്, നീ കണ്ടോളുക, ഞാൻ സംസാരിച്ചോളാം. നാക്കേ, ഇന്നു മുതൽ നീ തന്നെ ആ ഡ്യൂട്ടി ചെയ്യണം. കണ്ണിനെ കൊണ്ട് മിണ്ടിച്ചേക്കരുത്. ആമേൻ. കണ്ണാദ്യം സംസാരിക്കേണ്ട, ഇന്നു മുതൽ നാവ് തന്നെ സംസാരിച്ചോളൂ. എൻ്റെ സാഹചര്യം അവസാനത്തെ വാക്ക് പറയുകയില്ല. ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ അധികാരമായിരിക്കും. എല്ലാവരും ആ വാക്കിനോടുകൂടെ പറഞ്ഞ്, ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ അധികാരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറാൻ തുടങ്ങുകയാണ്. പുറത്തെ സാഹചര്യം മാറുന്നതിന് മുൻപ് അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടുന്നു. ഇതാണ് എല്ലാ അത്ഭുതങ്ങളുടെ ആരംഭമെന്ന് പറയുന്നത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമല്ല. അത് ഒരു 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 ആകസ്മികമായ സംഭവമേ അല്ല. അതൊരു ജീവിതത്തിൻ്റെ രീതിമാറ്റമാണ്. അതൊരു ജീവിത രീതിയാണ്. പൗലോസ്ലീഹ അതുകൊണ്ട് തന്നെയാണ് ഇത് വിശാലമായിട്ട് എഴുതുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നമ്മൾ നടക്കുന്നത്. ആമേൻ. 2 കൊരിന്ത്യർ 5:7 ഇന്നു മുതൽ നിങ്ങൾക്കൊരു ബലമായി നിങ്ങളുടെ കൂടെ കാണണം. ആമേൻ. ദൈവം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് ഒന്നും കാണാൻ കഴിയാത്ത സമയങ്ങളിലാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം നിങ്ങളുടെ ആത്മാവിൽ പതിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരിക്കലും ദൈവത്തിൻ്റെ നിശബ്ദതയെ തെറ്റായി വ്യാഖ്യാനിക്കുകയില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണമേ. പക്ഷേ ദൈവം പലപ്പോഴും അത് കാണിക്കുന്നില്ല. അവൻ പ്രവർത്തിക്കുന്നു. ഒരു വിത്ത് നിലത്ത് വീഴുമ്പോൾ ആമേൻ 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 മുകളിൽ വീണ് കിടക്കുന്ന മണ്ണിനെ നോക്കിക്കൊണ്ട് ഒരാൾ പറയും, അത് കഴിഞ്ഞു, ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ അതിനെ വിതച്ച് ഇതിനോടകം കാർഷിക രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു കർഷകൻ ചിരിക്കും. കാരണം അവനറിയാം, കാണാതിരിക്കുന്ന മണ്ണിനടിയിലാണ് ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതാം. എന്നാൽ ദൈവം കാണാത്ത, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദർശിക്കാത്ത മറ്റൊരു മേഖലയിലാണ് അവിടുത്തെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോസഫ് ജയിലിലായിരുന്ന ഓരോ ദിവസവും വെറുതെ ആയി പോയിരുന്നില്ല. അവനെ ആ ദേശത്തിൻ്റെ ഉന്നതത്തിലേക്ക് എത്തിക്കുവാൻ തക്കവിധമുള്ളതായ സ്വഭാവത്തിലേക്ക് അയാൾ രൂപാന്തരപ്പെടുകയായിരുന്നു. ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പാഴായ സമയങ്ങളായിരുന്നില്ല. ഒരു ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഹൃദയം അവിടെ രൂപപ്പെടുകയായിരുന്നു. യേശു പോലും 30 വർഷം നിശബ്ദനായിരുന്നതായിട്ട് നമ്മുടെ മുമ്പിൽ ഈ ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് 30 വർഷം നിശബ്ദമായിരുന്ന യേശുവിൻ്റെ ജീവിതത്തെ വേദപുസ്തകം തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് മുമ്പ് ദൈവം തിരക്കിട്ട് പ്രവർത്തിക്കാറാതെ പൂർണ്ണതയോടെ പ്രവർത്തിക്കേണ്ടതിന് യേശുവിൻ്റെ ജീവിതത്തിലും ആ സമയം അനുവദിച്ചു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. കാലതാമസം ദൈവത്തിൻ്റെ അഭാവമല്ല. കാലതാമസം പലപ്പോഴും ദൈവത്തിൻ്റെ ഒരുക്ക നേരങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കണ്ണ് കാണാത്തതിനെക്കുറിച്ച് സംസാരിക്കാൻ പഠിക്കുന്ന ഒരു ജീവിതമാണ്. ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ജർമ്മനിലേക്ക് പോകാൻ ജർമ്മൻ പഠിക്കുന്നുണ്ട്. ആമേൻ. പല കുഞ്ഞുങ്ങളും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പുതിയ പുതിയ ലാംഗ്വേജുകൾ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ ജീവിതം കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പഠിക്കുന്നൊരു ജീവിതമാണ്. പലരും ചോദിക്കും, ഇപ്പോഴെനിക്ക് എന്ത് കിട്ടും, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ. നിങ്ങൾ ചെയ്യേണ്ടതായ 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഭയത്തിൻ്റെ ഭാഷ നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തണം. നമ്മുടെ ഓരോ വാക്കും ഒരു വിത്താണ്. എൻ്റെ ജീവിതം കഴിഞ്ഞു, ഇനിയൊരു പ്രതീക്ഷയില്ല, ഇനി ഒരിക്കലും നടക്കില്ല. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ തന്നെ ക്ഷീണിപ്പിക്കും. അതിന് പകരം ദൈവവചനം സംസാരിക്കുക. രണ്ടാമതായി, ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ എല്ലാ ദിവസവും വായിക്കുക. വിശ്വാസം വികാരത്തിൽ നിന്ന് ജനിക്കുന്നതായി ബൈബിൾ അടയാളപ്പെടുത്തിയിട്ടില്ല. അത് ആവേശത്തിൽ നിന്നും പിറവിയെടുക്കുന്നില്ല. യാഥാർത്ഥ വിശ്വാസത്തിൻ്റെ അമ്മ ക്രിസ്തുവിൻ്റെ വചനമാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ യാഥാർത്ഥമായ യേശു ക്രിസ്തുവിൻ്റെ വചനമാണ് യാഥാർത്ഥമായ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രസവിക്കുന്നത്. അപ്പോൾ ദൈവവചനം വായിക്കാത്ത ഒരു വ്യക്തിയുടെ മേൽ വിശ്വാസം വെളിപ്പെടുന്നില്ല. അപ്പോൾ ദൈവവചനം കേൾവിയിൽ നിന്നാണ് വരുന്നത്. കേൾവി വിശ്വാസ നിമിത്തമാണ് ഉളവാകുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം അത് നമ്മളോട് വളരെ സവിസ്തരമായി തന്നെ പറയുന്നു. മൂന്നാമത്തെ കാര്യം, വിശ്വാസം ഒരു ചുവടെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളൊരു ചുവട് വെക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നത് മതിയാകില്ല. ദൈവം പറയുന്ന അടുത്ത അനുസരണത്തിലേക്ക് നിങ്ങൾ കടക്കണം.
നിങ്ങൾ ഫോൺ ചെയ്യേണ്ട ആളെ നിങ്ങൾ വിളിക്കണം, ക്ഷമിക്കേണ്ട ആളോട് ക്ഷമിക്കണം, അപേക്ഷ നൽകേണ്ടടുത്ത് അപേക്ഷ നൽകണം, അയക്കേണ്ട മെയിൽ നിങ്ങൾ അയക്കണം, അപ്ലൈ ചെയ്യേണ്ടതിന് അപ്ലൈ ചെയ്യണം, വാതിൽ മുട്ടേണ്ടടുത്ത് നിങ്ങൾ പോയി മുട്ടണം. കാരണം ദൈവം പലപ്പോഴും തുറക്കുന്ന വാതിലുകൾ നടക്കുന്നവരുടെ മുമ്പിലാണ് അത് തുറന്നു വരാറുള്ളത്. നടക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യന്മാരുടെ മുമ്പിലാണ് ദൈവത്തിൻ്റെ ഓപ്പണിങ്ങുകൾ പലപ്പോഴും ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ചോദ്യം മാത്രം ഞാൻ വിടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇന്ന് എന്തിനെയാണ് വിശ്വസിച്ച് നടക്കുന്നത്? നിങ്ങളുടെ കണ്ണിനെയാണോ? നിങ്ങളുടെ സാഹചര്യത്തെയാണോ? മനുഷ്യരുടെ അഭിപ്രായത്തെയാണോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിങ്ങളോടുള്ളതായ വാഗ്ദത്തത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അവൻ്റെ വചനത്തെയാണോ നിങ്ങൾ ഉൾക്കൊള്ളുന്നത്? ഓർക്കുക, ചെങ്കടൽ അവസാന വാക്ക് പറഞ്ഞില്ല. ഗോലിയാത്തിനെയും അവസാനത്തെ വാക്ക് പറയാൻ ദൈവം അനുവദിച്ചില്ല. കാരാഗ്രഹത്തെയും അവസാന വാക്ക് പറയാൻ ദൈവം അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അനുവദിച്ചില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ ക്രൂശിനോട് അവസാന വാക്ക് പറയാൻ യേശുവിൻ്റെ ജീവിതത്തിന് പിതാവായ ദൈവം അനുവദിച്ചില്ല. അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയ്ക്ക് യേശുവിൻ്റെ ലൈഫിൽ ഫൈനൽ വേർഡ് പറയണമെന്ന് താല്പര്യമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ കല്ലറയെ പോലും ദൈവം അനുവദിച്ചില്ല. അവസാനത്തെ വാക്ക് എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം നടക്കുന്നത്. ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ വഴി നിങ്ങൾ പലതും കാണുന്നില്ലായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളുടെ കണ്ണുകൾ വഴി നിങ്ങൾ കാണാത്ത പലതും നിങ്ങളുടെ വിശ്വാസം വഴി കാണാൻ കൃപ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കണ്ണുകൊണ്ട് വഴി കാണുന്നില്ലെങ്കിലും വിശ്വാസം വഴി കാര്യങ്ങളെ കാണാൻ തക്കവിധം, വിശ്വാസത്താൽ പുതുവഴികളെ രൂപപ്പെടുത്തുവാൻ തക്കവിധം ദൈവം നിങ്ങളെ പരുവപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഉത്തരങ്ങൾ കാണുന്നില്ലായിരിക്കാം. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിനോടകം നിൻ്റെ ജീവിതത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വാതിലടഞ്ഞതായി തോന്നാം. പക്ഷേ അടഞ്ഞ വാതിലുകൾ ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ കയ്യിൽ നിൻ്റെ ദിശയെ മാറ്റുന്ന പുതിയൊരു ഉപകരണമായി വെളിപ്പെടും. അതുകൊണ്ട് ഇതിനെ ഒന്നും ഓർത്ത് ഭയപ്പെടരുത്. നിങ്ങൾ പിന്നോട്ട് പോകരുത്. നിങ്ങൾ നടക്കുന്ന പ്രവൃത്തി നിർത്തരുത്. വിശ്വാസത്താൽ നടന്നുകൊണ്ടേയിരിക്കുക. കാരണം കാഴ്ച നിൽക്കുന്നിടത്താണ് വിശ്വാസം നടക്കാൻ തുടങ്ങുന്നത്. കണ്ടാൽ നടക്കാമെന്ന് പറയുന്ന, വഴി കണ്ടാൽ ഞങ്ങൾ ഇറങ്ങാമെന്ന് പറയുന്ന ലോകത്തിന് മുമ്പിൽ വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെടുവാൻ ധൈര്യം കാണിക്കുന്ന ഈ യുഗത്തിലെ തൻ്റെ പ്രിയ മക്കളെ കർത്താവ് കൈവിടാതെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് അവരെ ഒരു അത്ഭുതമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പുതിയ ശക്തി കർത്താവ് ഇതിലൂടെ നൽകും. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ചിന്തകളെ ഇന്നു മുതൽ നയിക്കും. അടഞ്ഞ വഴികളിൽ തുറക്കപ്പെടുന്ന ദൈവിക വാതിലുകളെ തിരിച്ചറിയുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യും. കാത്തിരുന്ന് നിരാശപ്പെട്ടു പോയവർക്ക് പിന്നെയും പ്രത്യാശയോടുകൂടെ ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് കർത്താവ് നൽകും. ഏത് സാഹചര്യത്തെക്കാളും ദൈവത്തിൻ്റെ വചനം ശക്തമേറിയതാണ് എന്ന് നിങ്ങളുടെ ആത്മാവ് അനുഭവിക്കാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ സ്നേഹനദിയായ പ്രിയപ്പെട്ട പുത്രനും സർവശക്തനുമായ ഞങ്ങളുടെ കർത്താവാം യേശുവിൻ്റെ വലിയ നാമത്തിൽ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേട്ട് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ എല്ലാ പൊന്നോമന മക്കൾക്കായിട്ടും ഞാൻ നന്ദി പറയുന്നു. ഇവരുടെ കണ്ണുകൾ ഇത്രയും കാലം ഇവരോട് അഭിപ്രായങ്ങൾ പറഞ്ഞു. നാവ് അപ്പോൾ കണ്ണ് പറയുന്നത് കേട്ടിട്ട് അതിന് ആമേൻ പറഞ്ഞു. എന്നാൽ ഇനി മുതൽ അങ്ങനല്ല. വാഗ്ദത്തങ്ങൾ സംസാരിക്കും, വചനം സംസാരിക്കും. ഞങ്ങളുടെ നാവ് അതിന് ആമേൻ പറയും. കണ്ണ് കണ്ടാൽ മതി, ഹല്ലേലൂയ, സംസാരിക്കേണ്ടതായിട്ടില്ല. ഞങ്ങളുടെ കണ്ണിന് അനാവശ്യമായ സംസാരം കുറച്ചിട്ട് വിശ്വാസത്തിൻ്റെ ഭാഷ ഞങ്ങളിൽ നിന്നും പുറത്തു വരുന്ന നിലയിൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നു എന്ന അപ്പോസ്തോലിക നിലവാരത്തിലുള്ള ഒരു ജീവിതക്രമം ഇന്നെന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഭീരുത്വങ്ങൾ അവസാനിക്കും, സങ്കടങ്ങൾ മാറി, പ്രത്യാശയുടെ പുതിയ ധൈര്യം സകലരിലും നിറയുന്ന ഒരു അനുഗ്രഹീത പുലരിയായി ഇത് മാറപ്പെട്ടിരിക്കാൻ സ്തോത്രം. പിതാവേ, അങ്ങയുടെ മക്കളാണിവർ ഓരോരുത്തരും. അങ്ങയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽ വലിയ കാര്യങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി നേടാൻ പോകുകയാൽ സ്തോത്രം. പ്രാർത്ഥിച്ച് യേശുവിൻ്റെ മഹത്വവും ബലവും നിറഞ്ഞ മഹാനാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഓ ജീസസ്, ഇന്ന് പകൽ ഇവരുടെ കണ്ണുകൾ വിശാലതകളെ കാണും, ഇവരുടെ കൈകൾ അനുഗ്രഹങ്ങളെ തൊടും, ഇവരുടെ ജീവിതം സമൃദ്ധിക്ക് വിധേയമാകും. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയും
നാളെ ശനിയാഴ്ച കോട്ടയത്ത് ഒരു സ്പെഷ്യൽ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 30 പേർക്ക് വേണ്ടി മാത്രമാണ് അതിനകത്ത് പ്രവേശനമുള്ളത്. കുറച്ച് പേർ ഓൾറെഡി അത് സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള നമ്മുടെ MK ടവർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വിശുദ്ധ ആരാധന രാവിലെ 8:30 മുതൽ 11:30 വരെ നടക്കും. തുടർന്ന് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലും നമ്മുടെ ശുശ്രൂഷ നടക്കും. ഈ 2 കൂട്ടായ്മകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ 3 ആരാധനകളുള്ളത്. 1 കോട്ടയത്തും, 2 കൂത്താട്ടുകുളത്തും, 3 എറണാകുളത്തും. ദൈവത്തിൻ്റെ പ്രിയമക്കളെ, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിക്കുവാനും കർത്താവിൻ്റെ നിയോഗത്തിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാനും ഞങ്ങൾ നിങ്ങളെ സാദര സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.